ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോ നോക്കുകയാണ്. പക്ഷേ വലിയ വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ എങ്ങനെ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക, മലയാളം ടൈപ്പ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഗൂഗിൾ ഇൻപുട്ട് കൊണ്ടായിരുന്നു. ഇപ്പം വിൻഡോസ് 10 ആയപ്പോഴത്തേനൊക്കെ അതൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്ത് മാറ്റി. ഇപ്പം അതിന് പകരം പല കാര്യങ്ങൾ വന്നിട്ടുണ്ട് ടൈപ്പ് ചെയ്യാനായിട്ട്. അതിൽ വളരെ സിമ്പിളായ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ജസ്റ്റ് ഇവിടെ വരിക, ഈ ഭാഗത്തുനിന്ന് നമ്മുടെ ലാംഗ്വേജ് പ്രിഫറൻസ് എടുക്കുക. എടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആഡ് ലാംഗ്വേജ് കാണും. ഓക്കെ, ഈ ആഡ് ലാംഗ്വേജിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആഫ്രിക്കൻസ് ഉണ്ട്, അങ്ങനെ പല പല ഭാഷകളുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മലയാളം ടൈപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി മലയാളം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് അത് മലയാളം കാണിക്കാനത്. മലയാളം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മലയാളി എടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇൻസ്റ്റാളിലേക്ക് പോവുക. അങ്ങനെ പോയി കഴിയുമ്പോൾ ഇവിടെ മലയാളം എന്ന് വരും. ഓക്കെ, മലയാളം വന്നു കഴിഞ്ഞാൽ സെയിം ടൈമിൽ ഇവിടെയും മലയാളം കീബോർഡ് എന്ന് കാണും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ പോയിട്ട് ജസ്റ്റ് ഈ മലയാളം കീബോർഡാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ മലയാളം കീബോർഡ് ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഒരു പ്രശ്നമെന്ന് വെച്ചാൽ മലയാളം കീബോർഡ് നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, അല്ലാത്തവർക്ക് മംഗ്ലീഷ് ഇതിൽ വരത്തില്ല. അപ്പോൾ പലരും ഡൗട്ടാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അതിനും ഓപ്ഷനുണ്ട്. ഈ മലയാളം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ പോയിട്ട് ജസ്റ്റ് ഓപ്ഷൻസ് ഉണ്ടോ, ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ആഡ് കീബോർഡ് എന്നൊരു ഓപ്ഷനാണ്. ഇത് ഓൾറെഡി ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണുന്നത്. ഈ ആഡ് കീബോർഡ് മലയാളം ഫോണറ്റിക്സ് എന്നൊരു ഓപ്ഷൻ വരും. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. അപ്പം ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ മലയാളം ഫോണറ്റിക്സ് എന്ന ഒരു ഓപ്ഷൻ വരികയും അതിന് ശേഷം ഇവിടെ വന്നിട്ട് കണ്ടോ, ഈ മലയാളം കീബോർഡ് താഴെ സെയിം ടൈമിൽ അവിടെയും അത് വരും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നോട്ട് പാഡ് പോയി ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. കണ്ടോ, അളിയ പൊളിയ എന്താ, അങ്ങനെ ഇഷ്ടമുള്ള ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് ടൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പം ഗൂഗിൾ ഇൻപുട്ട് ടൂൾ പോയി എന്ന് കരുതി മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ വിഷമിക്കേണ്ട. ഇതൊരു ഓപ്ഷനാണ്, വളരെ സിമ്പിളായൊരു ഓപ്ഷനാണിത്. വിൻഡോസ് 10 ഇത് അവൈലബിൾ ആണ്. അപ്പം എല്ലാവർക്കും ഒരു ചെറിയ രീതിയിലെങ്കിലും പ്രയോജനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നന്ദി, നമസ്കാരം.